ഹായ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നെയ്ച്ചോറും ചിക്കൻ വരട്ടിയതെന്നോ ചിക്കൻ ചില്ലിയെന്നോ ചിക്കൻ ചുക്കാന്നോ എന്ത് വേണം പറയാം. നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നെയ്ച്ചോറങ്ങ് റെഡിയാക്കാം. അതിന് ഞാനിപ്പോൾ ഒരു കിലോ അരിയാണ് എടുത്തത്. അതിലൊരു അരമുറി സവോള, പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, നെയ്യ്, ഓയിൽ എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. ഒരു കിലോ അരിക്ക് ഒരു 150 ഗ്രാം ഓയിൽ, ഒരു 50 ഗ്രാം ആർക്കജ്, ആവശ്യത്തിന് ഉപ്പ്, അരി കഴുകി അതിലിട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അതവിടെ മൂടി വെക്കാം. നെയ്ച്ചോറ് വെക്കുമ്പോഴെന്ന് വെച്ചാൽ അധികം ഇളക്കി കളിക്കണം. ഒരു അരിയിട്ടതിന് ശേഷം 2 മറി വറക്കുമ്പോൾ തന്നെ നെയ്ച്ചോറ് റെഡിയാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ അതിന് വേണ്ടുന്ന സവാള, ഒരു 3-4 സവാള ഞാൻ അരിഞ്ഞു, ഒരു 2 തക്കാളി, ഒരു 3-4 വെളുത്തുള്ളി പൂണ്ട്, ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക് ഒരു 3-4 എണ്ണം, കറിവേപ്പില, മല്ലിച്ചപ്പ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി അവിടെ വെക്കാം. ഇനി നമുക്ക് ചിക്കനും ഈ പറഞ്ഞ പോലെ ഒരു 1/2 കിലോൻ്റെ 600 ഗ്രാമോളം ചിക്കനുണ്ട്. അതിന് മുളക് പൊടി, മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വിനാഗിരി വെച്ചിട്ടാണ് നല്ല തിളക്കുന്ന എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് അതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തതിന് ശേഷം സവാളയും കൂടെ അതിലേക്കിടാം, ആവശ്യത്തിന് ഉപ്പ്, ഒന്നെല്ലാം മിക്സ് ചെയ്ത് 2 കറിവേപ്പില ഇട്ട് അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് പിന്നെ തക്കാളി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അവിടെ മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞ് അതിലാവശ്യമുള്ള കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് കുരുമുളകും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ ഒന്ന് തിളച്ചതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ചൊന്ന് കുറുകുമ്പോൾ ചിക്കനും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൽ ഒന്നും കൂടി തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാൽ ഇത് ചിക്കൻ ചുക്കാന്നോ ചിക്കൻ വരട്ടിയെന്നോ ചിക്കൻ ചില്ലിയെന്നോ എന്ത് വേണം വിളിക്കാം. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ വീട്ടിൽ എല്ലാം നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെയ്യുന്ന മാതിരി എല്ലാ സാധനവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ള സാധനം